എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ സ്പോൺസർ ചെയ്ത് ഞാൻ തന്നെ പാട്ടിട്ട് ഗൈസ് എന്നെ നാണം കിടത്തോട്ട് ഇത് ഇവിടെ മൊത്തം പെട്ടെന്ന് പോയി ഇവിടെ ഉണ്ട് ഗൈസ്. ഇന്ന് എല്ലാവരും കിട്ടിയിട്ടുണ്ട്. ഈ പുള്ളിനെ അങ്ങനെ കിട്ടുന്നതല്ല, ഇന്ന് എന്തോ ഭാഗ്യത്തിന് കിട്ടി. ഷെമീനെ തള്ളുകയാണെന്നാണ് ഇവിടെ സഹിക്കാൻ പറ്റുന്നത് ഗൈസ്. എന്താണ് ഇത്? ഇവൻ കത്തി എടുക്കാത്ത സ്ഥലമില്ല, എവിടെ പോയാലും കത്തി കുത്ത്. അതാണ് ചെന്നാറി. ഇതിനെ സൈലൻ്റാണ് അത്. പകൽമാന്യനാണ് ഗൈസ്, പകൽമാന്യൻ. This is our favorite guy. അത് ഇവനൊന്ന് മാറിയിട്ട് ഒരു സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട് ഗൈസ്. പ്രയാസം ഫുള്ള് സ്റ്റൈലൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കിയാണ് ഗൈസ്, നമ്മളെ പിസ്സ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. ശരിക്കും ഈ കട പിന്നീട് നമുക്കൊന്ന് നല്ലോണം റിവീൽ ചെയ്യണം കേട്ടോ. ഞാൻ ഫുള്ള് കാണിച്ചു തരാം ഇവിടുത്തെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ ജസ്റ്റ് എൻ്റെ ബെഡ് ആയതുകൊണ്ട് നമ്മൾ പിസ്സ കഴിക്കുന്നു, പിരിയുന്നു. അപ്പോൾ ഷെബിക്കും പെണ്ണും ഇപ്പം വരും. അപ്പോൾ അവരും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിസ്സ ഓൾറെഡി ഓർഡർ കൊടുത്തു. 4 ലാർജ് പിസ്സ, പിന്നെ 2 പാർട്ടി സൈസ് പിസ്സ ഓർഡർ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് പൊളിക്കാം. റൊമാൻറ്റിക് വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഷോർട്സിൽ കാണാൻ ഓരോ കണ്ടില്ല, നീ അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത്. നിന്നെ സിനിമയിലെടുത്തടാ ഷെമി കാണിച്ച് ഇൻസ്റ്റഗ്രാമിൽ. ഇതല്ലേ ഇതിനകത്താണ് നീ ഉള്ളത്. ആ ഇതിനകത്ത് സൗണ്ട് ഇട്ടേ, അതിനകത്ത് നീ ഉണ്ട്. സൗണ്ട് ഇട്ടാണ്, കുറച്ച് സൗണ്ട് ഇട്ടോ. ഏതാ അഭിനയം നോക്കുക ഗായ്സ്. ഇപ്പം നമ്മളെ പിസ്സ ഇവിടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇനി ഇത് ഓവനിലോട്ട് കയറി നല്ല വെന്ത് സെറ്റായി വരും കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ നോക്കി മതി. ഇതിങ്ങനെ പയ്യെ മൂവ് ആവുന്നുണ്ട്. ഇങ്ങനെ അവിടെ എത്തപ്പോഴത്തേക്ക് ഇത് ഓൾറെഡി കുക്കായിട്ട് സെറ്റായിട്ട് വരും ഗൈസ്. നമ്മൾ അടുത്ത പിസ്സ ഇപ്പോൾ കയറുന്നു ഗൈസ്. ഇതാണ് ഗൈസ് ക്രീമി സൂപ്പർ മാക്സ് ആണോ ഈ പിസ്സയുടെ പേരാണ്. മറ്റത് ഓൾറെഡി കയറി കഴിഞ്ഞേ കണ്ടോ, ഇതിങ്ങനെ പയ്യെ നീങ്ങി പോകും. അപ്പോൾ ഇനി അടുത്ത പിസ്സ ടോപ്പിങ് ചെയ്യണം കേട്ടോ. ഓരോരോ ലെയറായിട്ടാണ് ഇത് ചെയ്യുന്നത് കണ്ടോ. ഫസ്റ്റ് ലെയർ സോസാണ്. സോസ് ഒഴിച്ച് കഴിഞ്ഞു. ഞാൻ അടുത്തത് കുറച്ച് ചിക്കൻ ഇട്ടു. സെറ്റ് ഓക്കെ. നല്ല അടിപൊളി. ഇത് സ്പൈസി ആണെന്ന് തോന്നുന്നു. ഇതെനിക്ക് തോന്നുന്നു പെരി ആണ്. വരി ഫുള്ള് റെഡ് കളറായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറേ മൊസറല്ല ചീസ് ഇട്ടു. സെറ്റ്. ചീസ് രക്ഷയില്ലല്ലേ, അത്രയ്ക്ക് അവർ ഇട്ടായിരുന്നത് നല്ല ക്വാണ്ടിറ്റിയിൽ. നോക്കിയാൽ ചീസാണ് കഴിച്ചത്. ഒരു പിസ്സയുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീസാണ്. ഇനി അടുത്ത് എന്താണ് ഇടാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ക്യാപ്സിക്കം ഇട്ടു. പിന്നെ ഇടാൻ പോകുന്നത് ഉള്ളി ഇടുമോ? ഇല്ല, ഉള്ളി ഇട്ടു. വൈറ്റ് ഒണിയൻ ഇട്ട് കഴിഞ്ഞു. ഓരോരോ ലെയറായിട്ടാണ് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ എന്ത് രസമല്ലേ കാണാൻ. നോക്കി. പിന്നെ കുറച്ച് ബ്ലാക്ക് ഒലിവ്സ് അല്ല ഇട്ടത്, കുറച്ച് ഗ്രീൻ ഒലിവ്സാണ് ഇട്ടത്. ഐ റിയലി ലൈക്ക് ബ്ലാക്ക് ഒലിവ്സ് ശരിക്കും ഒരു നല്ല രസമാണ്. അത് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ പരിപാടി ഇവിടെ ഇങ്ങനെ എടുത്തോണ്ട് പോയി വെച്ചു. എന്ത് രസം നോക്കിയല്ലേ. നൈസാ, ഒരു രക്ഷയല്ലേ. ഫൈനലി നമ്മൾ സെറ്റ് ചെയ്യുന്ന അഭിടിക്കാതാ ഓ അല്ല കോൺസതാ സെൻസേഷൻ. അപ്പം നമ്മൾ ഈ ഇട്ട പിസ്സ സെൻസേഷൻ കേട്ടോ. സെൻസേഷൻ പിസ്സ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പെരി ചിക്കനാണ്. ഇപ്പോൾ സെറ്റ് ചെയ്യുന്നതാണ് പെരി. നല്ല എരിവൊക്കെ ഉള്ള സോസൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യുന്നതാണ്. More cheese for you. More cheese. Thank you. Pull and cheese. Cheese is the main ingredient of pizza. Huh? The chef is
Allah. Chef is also main. Chef already experienced a lot of years. That's why it's to very high speed. നിങ്ങൾക്ക് എന്ത് സ്പീഡിലാണ് പുള്ളി ചെയ്തതെന്ന് നോക്കി. പെരിപ്പരി കഴിഞ്ഞു. ഇനി ഫൈനലി നമ്മളെ ഷെമി എത്തിയിട്ടുണ്ട്. അയ്യോ ഞാൻ വെട്ടൂടാ, ഞാൻ വെട്ടൂടാ. ഇവരാണ് ഇവിടുത്തെ മെയിൻ ഏട്ടാ. ക്യൂൺ പിസ്സ ക്യൂൺ. അത് പാവാണ് കേട്ടോ, നല്ല സ്നേഹമാണ്. നമ്മളിവിടെ വരുമ്പോൾ അത്രയ്ക്ക് കെയറിങ് കാര്യങ്ങളും ഇത് നല്ല അടിപൊളി കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ പിസ്സ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ. ഇതിന് വെക്കാനുണ്ട്, ഇത് വെച്ചോണ്ടിരിക്കുന്നതാണ്. ഇതാ ഗായ്സ് ഷെമിയും പിസയും നേർക്ക് നേർ, കണ്ണോട് കണ്ണോട്. വലിഞ്ഞു ഗായ്സ്, ഇങ്ങനെ കഴിക്കൂ ഗായ്സ്. എന്താ അവസ്ഥ? പറ്റല്ലേ? ചീസ് ഏതാ നോക്കിയാ ആസ്വദിച്ച് വലിച്ചു കഴിക്കുക. അപ്പോൾ ഗൈസ് നമ്മളെ ചേച്ചി അടുത്ത പിസ്സ ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത പിസ്സ ഒരു പീസ് എടുത്തു. എടാ ഒരു പീസ് കൊണ്ട് ഇത് വേറെയാണ്, നല്ല സെറ്റ് സാധനമാണ്. അത് പൊക്കാനുള്ള ഇതുപോലും നിനക്കില്ല. അയ്യേ ഇനി അത് പൊക്കിയെടുത്തില്ലെങ്കിൽ എക്കേടാണ് കേട്ടാ. അതിന് നിന്റെ കയ്യിൽ ചൂട് വരുമല്ലോ. ആ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. അവിടെ ഒരു 2 പീസ് എടുത്താണ്. രണ്ടല്ല അവിടെ എടുത്തിട്ടതാ. നീ അവിടെ നീക്കി അങ്ങോട്ട് ആ സൈഡിൽ നിന്ന് അത് നീക്കിയിട്. മതിയെന്നല്ലേ അവിടെ അത് കൊടുത്താൽ മതി. ചെവിന് കൊടുത്തു. അപ്പൊ അടുത്ത പീസ് വന്നിട്ടുണ്ട്. അയ്യോ അത് സ്വാഭാവികം. ഇപ്പൊ പെടത്ത് കുറച്ച് സോസ് തരുമോ? സോസ് വേണോടാ ചെവി? മതി മതി ചേട്ടാ. മറ്റേ പൂവിന്റെ കല്ലിൽ ചെക്കന്മാര് മറ്റേ പയ്യന്മാര് അല്ലടാ, അന്ന് റൂമാര് നാട്ടിലാവന്മാര് മറ്റേ അന്ന് റൂമിൽ വന്നു താത്തര മക്കള്. സഹോദരന് സ്നേഹമില്ലടാ. സത്യം പറഞ്ഞാൽ അന്ന് നോക്കിയതൊക്കെ വെറുതെ പാസ് അടിച്ച് ഞാനെ കണ്ടപ്പോ നമ്മളെന്തും നേരിടും. ഇനിയുള്ള മുന്നോട്ടാണ് പിന്നോട്ടാ. ഒന്നും കൊടുത്താ കുറച്ച് ഒന്നുകൂടെ ഉണ്ട്, ഒന്നുകൂടെ ഉണ്ട്, തികയൂല. ഓക്കെ, അപ്പോൾ കഴിച്ച് നമ്മൾ ലാസ്റ്റ് പീസ് വന്നിട്ടുണ്ട്. ഇത് എന്ത് പീസാണ്? പെരി പെരിയാന്ന് തോന്നുന്നു. ഇത് വല്ലാതെ കാണിച്ചേ. ഇതെന്താ ദോശയും? അവിടെ ഞാൻ ആവശ്യത്തിനും അധികം കൊടുത്തിട്ടുണ്ട്. ഇനിയും തരും. ശരിയല്ല ഗൈസ്, നമ്മൾ ആരും മൈൻഡ് ചെയ്യാൻ പാടില്ല. ചെറിയ പീസ് തരട്ടെ എനിക്ക്. ആർക്കും ഇത് നല്ല
ഓരോന്നും ഓരോ പിസകളാ. ഇനി ഇത് കഴിക്കൂലെന്ന് പറഞ്ഞാൽ ഞാൻ അകത്ത് കഴിക്കും കേട്ടോ. പിസ്സ ഇല്ലേ, ഇതിവിടെ ഇപ്പം അവൈലബിൾ അല്ല. ഇവർ നമ്മളെ സെറ്റായിട്ട് രണ്ടെണ്ണം വെച്ച് തന്നതാണ് 95. അങ്ങനെ ഒരു റേഞ്ചിൽ അവൻ ആളെയും കൂട്ടി വന്നാന്ന് തോടിയേ. ചെവി ഓടിപ്പോണേടാ ഇറങ്ങി. സായിപ്പിന്റെ ഇടിയെന്ന് പറഞ്ഞ സായിപ്പിന്റെ ഇടിയെന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു രഷ്യം കാണൂല. സഞ്ജുണ്ടാണ് ആകെ പ്രതീക്ഷ എനിക്ക്. ോ ഇതാണ് ഗൈസ് ക്രീമി. എന്താ പറയുന്നത്, ക്രീമി മാക്സ്. ഗൈസ് എൻ്റെ ബർത്ത്ഡേക്ക് ഫുൾ ചെലവ് തന്ന ഷെമിക്ക് 1000 ഉമ്മകൾ തരട്ടെ. നാടോ ഇതാണ് കേട്ടോ അവിടുത്തെ അറ്റ്മോസ്ഫിയർ നോക്കി. നല്ല രസാട്ടോ, രക്ഷയല്ലേ. സുഹൃത്തെ നാട്ടുകാരെ, ഞങ്ങളുടെ പരിപാടികൾ അവസാനിക്കുകയാണ് കേട്ടാ. ഇപ്പം എല്ലാവരും പിരിഞ്ഞു പോകേണ്ടതാണ്. അപ്പോൾ കൂടെടാ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ശരി, താങ്ക് യു. അപ്പോൾ ഗായ്സ് നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. ഇതാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്, പിസ്സ മാക്സ്, വൺ ഓഫ് ദ ഫേവറേറ്റ് പിസ്സ ഷോപ്പ് ഇൻ ബർഷ. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള ഇവിടെ വന്നാണ് കഴിക്കാറുള്ളത്. ഭയങ്കര രസമാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ചീസൊക്കെ ഇട്ട് സെറ്റാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ച് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ബർത്ത്ഡേ നല്ല കളറായി, സൂപ്പറായിരുന്നു, ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ സാധാരണ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ കിട്ടുന്നതല്ല. ഇങ്ങനെ ബൈക്കൊക്കെ എടുത്തപ്പോൾ വലിയ ആളായി പോയി ഗൈസ്. എന്തോ ഒരു നല്ല മൂഡിൽ കയറി വന്നു. അടിപൊളി. അയ്യോ ഗായ്സ്, ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ? ഇത് ചെയ്തത് എന്താ നോക്കിയല്ലേ, എന്ത് രസമല്ലേ. അതിൻ്റെ കോപ്പിയാണോ? മോഹൻലാലിൻ്റെ ഉള്ള? അതെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയാണ്, കൊച്ചു സന്തോഷങ്ങൾ. ഇന്നത്തെ പരിപാടികൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടാ. നമ്മളെ പട്ടിണി മാറ്റിയ റെസ്റ്റോറൻറ്റ് ഗൈസ്, ടേസ്റ്റി ബൗൾ, അവിടെയാണ് റൂം. നേരെ റൂം കണ്ടിട്ടില്ലാത്തവർ കണ്ടുപിടിച്ചോളൂ. ഇവിടെയാണ് ഗൈസ് നമ്മുടെ റൂം, ഇവിടെ എവിടെയോ ആണ്. അപ്പം നമ്മളെല്ലാവരും ഇനി റൂമിലേക്ക് പോകുന്നു. സോ ഇതാണ് എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ സ്റ്റാഫുകൾ നിൽക്കുന്ന അക്കോമഡേഷൻ. ഉണ്ടോ ഈ 2 അക്കോമഡേഷൻ? അത് പുതിയ ബിൽഡിങ്ങാണ്. നമ്മൾ പുതിയതായിട്ട് എടുക്കാൻ വന്ന റൂം അവിടെയാണ്. ഇനി നമ്മുടെ ജീവിതം അവിടെയാണ്. എന്താടാ ഒരു ഇതില്ലാത്ത. അയ്യോ അത് കൊടുത്തില്ലല്ലേ.